അഥവാ സ്വർഗത്തിൽ എത്തിപ്പെടുക. അപ്പം അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് സാൽമൺ ഫിഷസിനെ അറിയാവോന്ന് എനിക്ക് അറിയത്തില്ല. സാൽമൺ ഫിഷ് എന്ന് പറയുമ്പോൾ ഈ കാനഡയിലാണ് കൂടുതലും കണ്ടുപെടാറുള്ളത്. അപ്പം എന്താ, ഈ സാൽമൺ ഫിഷ് എന്ന് പറയുമ്പോൾ ഫ്രഷ് വാട്ടറിലാണ് ജനിക്കുന്നത്. ഫ്രഷ് വാട്ടറിൽ ജനിച്ചു കഴിഞ്ഞിട്ട് അതായത് ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവർ സമുദ്രജലത്തിലേക്ക് മൂവ് ഇൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 5-6 ഇയേഴ്സ് കഴിയുമ്പോൾ ഇവർക്ക് മുട്ടയിടാൻ സമയമാകുമ്പോഴത്തേക്കും ഇവർ തിരിച്ച് ഫ്രഷ് വാട്ടറിലേക്ക് പോയിട്ടാണ് മുട്ടയിടുന്നത്. അതായത് ഇവർക്കൊരു പ്ലാൻ ഉണ്ട് ഇവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നത് ഉള്ളത്. സോ നമ്മളിത് ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ എന്ത് ഈസിയാ ഫ്രഷ് വാട്ടറിൽ പോവാ തിരിച്ചു വരാം, അല്ലല്ല. സോ ഇവിടെ ഒരു കുഞ്ഞ് ഡാം ഉണ്ട്. ഈ ഡാമിനകത്തുനിന്ന്, അതായത് കറൻസ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. ഡാമിന്റെ അടുത്ത് തന്നെ ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന് ഒരു സ്മോൾ വാതിൽ, അതായത് ഒരു ഇടുങ്ങിയ വാതിലാണ്. അപ്പം ഈ സാൽമൺ ഫിഷസ് മുട്ടയിടാൻ സമയമാകുമ്പോൾ ഈ സ്മോൾ സ്ക്വയർ, ചിലവർ ഡാമിന്റെ അവിടെ നിന്ന് ചാടാൻ നോക്കും, പക്ഷെ പറ്റത്തില്ല, വലിയതല്ലേ ഡാം. ഡാം എന്ന് പറയുമ്പോൾ കേരളത്തിൽ കാണുന്ന പോലത്തെ ഡാം അല്ല, ഇച്ചിരി കൂടെ ഷോർട്ട് ഡാമാണ്. അപ്പം ഈ സ്ക്വയറിന്റെ സാധനത്തിലൂടെ ഈ സാൽമൺ ഫിഷസ് ചാടാൻ നോക്കുമ്പോൾ കറൻസ് ഇങ്ങനെ വരുന്ന കണ്ട് ചിലത് തിരിച്ചു പോകും. പക്ഷെ അവർ ഗിവ് അപ്പ് ചെയ്യുന്നില്ല, അവർക്കറിയാം അവരുടെ ഗോൾ ഇതാണ്, അവരിത് ചെയ്യണമെന്ന്. സോ അവർ ജമ്പ് ചെയ്യും, പറ്റത്തില്ല, താഴെ വീഴും, പിന്നെയും ജമ്പ് ചെയ്യും, പറ്റത്തില്ല. പക്ഷെ ചിലതെല്ലാം കയറിപ്പോവും, മുട്ടയിടും, തിരിച്ചു വരുന്ന ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ കറൻസ് ഇങ്ങനെയാണ് വരുന്നത്, പക്ഷെ കയറിപ്പോകുന്ന ഭയങ്കര പാടാണ്. അപ്പം സിമിലർലി എന്തുവാ, നമ്മുടെ ജീവിതത്തിലും ഓരോ ഗോൾസും പ്ലാൻസും ഉണ്ട്. അതായത് ചിലപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മാത്രം എപ്പോഴും സാഡ്നെസ്, നമുക്ക് നമ്മളെ ആരും അതായത് നമ്മൾ യൂസ്ലെസ് വർത്ത്ലെസ് അല്ല. പക്ഷെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ജനിക്കുന്ന മൂവ്മെന്റ് തൊട്ട് ദൈവം നമ്മളെ ഒരു കാര്യത്തിന് നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പം ഈ ലോകത്തിന് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാനായിരിക്കും. അതായത് ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്മോൾ വേൾഡ് ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ഫാമിലി ആയിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഇടയിലായിരിക്കും. അതായത് ചേഞ്ച് ഉണ്ടാകാൻ, അതായത് നമ്മൾ ഇരിഞ്ഞ് ആലോചിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സാഡ് മൂമെന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം കാരണം എന്ന് വെച്ചാൽ ഗോഡ് നമ്മളെ ഡിഫറെൻറ്റ് രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്, ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അഞ്ജലി ചേച്ചീനുമായിട്ട് ഇച്ചിരിയോടെ പരിചയം. അഞ്ജലി ചേച്ചി ഇപ്പം പറഞ്ഞു, അഞ്ജലി ചേച്ചി ഇപ്പം ഈശോട് ക്ലോസ് ആയിരിക്കുന്ന രീതി ഞാൻ ക്ലോസ് അല്ല, എനിക്കത് ഉറപ്പുമാണ്, ഞാൻ പ്രോസസ്സിലാണ് ഇപ്പോഴും. അപ്പം ചേച്ചി ഇപ്പം ഹാപ്പി ആയിരിക്കും, ഇപ്പം ഞാൻ സാഡ് ആയിരിക്കും. ഇപ്പം ഞാൻ ചിന്തിക്കും അഞ്ജലി ചേച്ചി എപ്പോഴും ഹാപ്പിയാണ്, ഞാൻ മാത്രം ഇങ്ങനെ. അതായത് എക്സാമ്പിളായിട്ട് പിന്നെ ഉപയോഗിക്കണേ പ്ലാന്റ്സിനെ ഉപയോഗിക്കാവേ. അതായത് ചില പ്ലാന്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്തേക്കുക, അവർ വളരുന്നതും ഡിഫറെൻ്റ് ആയിട്ട്. അതായത് ഒരു ഗ്രേപ്പ് ട്രീന് മാത്രമേ, അല്ല ഗ്രേപ്പ് ട്രീ അല്ല, ഗ്രേപ്പ് വൈനിന് മാത്രമേ ഗ്രേപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമിലർലി മാംഗോ ട്രീക്ക് മാത്രമേ മാംഗോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അഞ്ജലി ചേച്ചി ഈ ലോകത്ത് കൊടുക്കുന്ന, അതായത് ചേച്ചിക്ക് ഒരു ഗോൾ ഉണ്ടല്ലോ ജീവിക്കാൻ ഈ ലോകത്ത്, അഞ്ജലി ചേച്ചി ഈ ലോകത്ത് കൊടുക്കുന്ന പ്രൊഡക്ട്സ് ആയിരിക്കത്തില്ല ഞാൻ ഈ ലോകത്തിന് കൊടുക്കുന്ന പ്രൊഡക്ട്സ്. മനസ്സിലാവുന്നുണ്ടോ ആർക്കെങ്കിലും? അപ്പം ഓ മൈ ഗോഡ്, ഞാൻ വിറയ്ക്കും. ഓക്കെ. അപ്പം അതായത് എൻ്റെ ജീവിതം പോലെ ആയിരിക്കണമെന്നില്ല അഞ്ജലി ചേച്ചിയുടെ ജീവിതം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഡൗൺ സിറ്റുവേഷനിൽ ഞാൻ യൂസ്ലെസ് ആണ്, ഞാൻ വർത്ത്ലെസ് ആണ് ഒന്നും വിചാരിക്കില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ഹെവനിൽ എത്തുക എന്നുള്ളത്. അതായത് എന്താ, അഗസ്റ്റിനസ് പുണ്യവാളൻ പറഞ്ഞാണ്, കർത്താവെ നീ നിനക്കായി എന്നെ സൃഷ്ടിച്ചു, നിന്നിൽ എത്തുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥനായിരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞു ഹെവനാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോള്. പക്ഷെ നമ്മൾ വർത്ത്ലെസ്, നമ്മൾ യൂസ്ലെസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. അതായത് ഇന്നലെയും നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ നമ്മുടെ ഗോഡ് നമ്മളെ കാണിച്ചു തരും. അപ്പം ഇതാണ് സെഷനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന്, പക്ഷേ ഒരു പ്രേയിങ് ടെക്നിക്കും കൂടെ ഞാൻ പറയാവേ. ഞാൻ എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രേയിങ് ടെക്നിക്ക് ഇത്. പക്ഷേ ഇത് ലോങ് പ്രോസസ്സാണ്. പക്ഷേ ഐ ഗ്യാരണ്ടി യു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അത് നിൻ്റെ നന്മയ്ക്കുള്ളതാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ്. അതൊരു ഫൈറ്റ് ചെയ്ത് കിട്ടുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത്, എൻ്റെ പപ്പയ്ക്ക് ജോലി ഇല്ലായിരുന്നു. ലൈക്ക് ഞങ്ങൾ കാനഡയിലേക്ക് മൂവ് ചെയ്തപ്പോൾ പപ്പയ്ക്ക് ജോലി ചെയ്ത സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർത്തു, ഓക്കെ ശരി ബാ നമുക്ക് മേഴ്സി ചാപ്ലിൻ നിത്യപിതാവേ ചൊല്ലാം. ഫസ്റ്റ് ഞങ്ങൾ 50ലാണ് തുടങ്ങിയത്. 50 ആവുന്നതിന് മുമ്പ് എൻ്റെ പപ്പയ്ക്ക് ജോലി കിട്ടി. അതായത് 50 മേഴ്സി ടാബ്ലറ്റ്സ്, അതായത് ഇന്നൊരു ടൈം പീരീഡ് വെച്ച്, അപ്പോൾ ഇപ്പോൾ ജാനുവരി തൊട്ട് ഫെബ്രുവരി വരെ ആ ടൈം പീരീഡ് ഞാൻ 50 മേഴ്സി ടാബ്ലറ്റ്സ് ചൊല്ലി തീർക്കും എന്ന് പറഞ്ഞപ്പോൾ ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ചെക്ക് ഇൻ ചെയ്ത് ഓരോ ഡേറ്റും ചെയ്തു. സെക്കൻഡ് പിന്നെ എന്തോ ഒരു ആവശ്യം വന്നു. ആവശ്യം വരുമ്പോൾ മാത്രം ചെയ്യേണ്ടതല്ല, ബട്ട് സ്റ്റിൽ ആവശ്യം വന്നു. അപ്പോൾ ഞങ്ങൾ 100 ഇട്ടു മേഴ്സി ടാബ്ലറ്റ്സ്. 100 ഇട്ടു ചെയ്തു. 100 ആവുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അത് കിട്ടി. അതാണ് ലൈക്ക് അതായത് ഗ്യാരണ്ടി ഉണ്ട് നിനക്കത് കിട്ടുന്നു, പക്ഷെ നീ ഒന്ന് ചെയ്താൽ മതി. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ. 100 ആയി, 200 ആയി, ഇപ്പം ഞങ്ങൾ 1000 ചെല്ലുക. അതായത് ഇത്ര നമ്പർ എടുക്കുക, ചൊല്ലുക, ആ ഒരു ഇതിനു വേണ്ടി. അതായത് ചൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ ആഗ്രഹം ഈശോയോട് ഒന്ന് ഷെയർ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ബാഡിനുള്ളൊരു ആഗ്രഹമായിരിക്കും, പക്ഷെ നമ്മൾ ഈശോയോട് ഷെയർ ചെയ്തത് കാരണം കൊണ്ട് ഈശോ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആക്കി തീർക്കും. ഗോഡ് അല്ലേ, അപ്പം എല്ലാം
പോസിബിളാ ഈശോയായിട്ട്. സോ നമ്മൾ ഷെയർ ചെയ്തിട്ട് ഇന്നൊരു ടൈം പീരീഡ് എടുക്കുക. ആ ടൈം പീരീഡിനുള്ളിൽ ഇത്ര എണ്ണം ചൊല്ലി തീർക്കുംന്ന് പറയുക. ചൊല്ലി തീർക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐ മീൻ തീരുന്നതിന് മുമ്പ് ചിലപ്പോൾ അത്ഭുതം വല്ലതും സംഭവിക്കുമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും തീരുന്നതിന് മുമ്പാ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ് അത് നടന്നു കഴിഞ്ഞിട്ട് അത് തീർക്കരുത്. അതായത് ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് തീർക്കണം. മനസ്സിലാവുന്നുണ്ടോ എന്തേലും? യെസ്. അപ്പം ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എനിക്കറിയത്തില്ല എങ്ങനെ അത് കൺവേ ആയെന്ന്.